ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് ലിനക്സിന്റെ കമാൻഡുകളൊക്കെയാണ്. അപ്പൊ നമുക്ക് പൊതുവെ ലിനക്സിന്റെ പൊതുവെ കമാൻഡ്സും കാര്യങ്ങളും ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് അറിയാത്തവർക്ക് ബേസിക് ആയിട്ട് എങ്ങനെ കമാൻഡുകൾ ഉപയോഗിക്കാം, അതുപോലെ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് എങ്ങനെ ടെർമിനൽ, മെയിൻ ആയിട്ട് ലിനക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടെർമിനലാണ്. നമ്മൾ വിൻഡോസിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കുറെ GUI പോലെ നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ടെർമിനലാണ്, കമാൻഡ് ലൈൻ ഇന്റർഫേസ് വഴിയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ടെർമിനൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ടെർമിനൽ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പൊ ഇൻ കേസ് നമുക്ക് എന്ത് വേണം, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ ഫോൾഡർ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഫോൾഡർ നെയിം കൊടുക്കും. ഞാനിവിടെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ കൊടുക്കുന്നു. ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ ഇപ്പൊ എനിക്ക് കമാൻഡ് വഴി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ലിനക്സിൽ പൊതുവെ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കമാൻഡ് വഴിയാണ്. അപ്പൊ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന നമ്മളെ കമാൻഡ് ഉപയോഗിക്കുക, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ mkdir എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുക. mkdir എന്നിട്ട് നമുക്ക് mkdir മീൻസ് മേക്ക് ഡയറക്ടറി എന്നാണ്. അപ്പൊ നമുക്കൊരു ഡയറക്ടറിക്ക് ഒരു പേര് കൊടുക്കാം. mkdir ഫോൾഡർ കൊടുത്തു, ഫോൾഡറിന് ഒരു പേര് കൊടുക്കും. അപ്പൊ ഞാനിവിടെ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് ഇവിടെ കാണാൻ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള, ഇപ്പൊ നമ്മളിവിടെ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ എന്ന് എടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമാൻഡ് വെച്ചിട്ട് mkdir എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കമാൻഡ് വഴി നിൽക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോ എന്താണ് ഡെസ്ക്ടോപ്പിൽ ഉള്ളത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ls. അപ്പൊ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ഫയലുകൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്, എന്തൊക്കെ ഫോൾഡറുകളാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ls മീൻസ് ലിസ്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം രണ്ട് ഫോൾഡർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒന്ന് ഫോൾഡർ എന്നും രണ്ട് ന്യൂ എന്നും പറഞ്ഞിട്ട് രണ്ട് ഫോൾഡറുകൾ കാണാം. ഇപ്പൊ നമുക്ക് വേറൊരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം, അത് ലിസ്റ്റ് ls വരുന്നുണ്ടോ നോക്കാം. ഞാനിവിടെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡറും കൂടെ കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ mkdir എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ls കൊടുത്ത് നോക്കാം. നമുക്കിവിടെ കാണാം ടെസ്റ്റ് പറഞ്ഞ ഒരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഡെസ്ക്ടോപ്പിൽ നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കാം. ഇപ്പൊ GUIയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും, അതുപോലെ അത് നമുക്ക് എങ്ങനെ അത് എന്തൊക്കെ ഫയലുകളാ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ls എന്ന് പറഞ്ഞ രണ്ട് കമാൻഡുകൾ ഉപയോഗിച്ചു. ഓക്കെ, ഇനി പറയുന്നത് നമുക്ക് ചേഞ്ച് ഡയറക്ടറി, cd മീൻസ് ചേഞ്ച് ഡയറക്ടറി. ഇപ്പൊ ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണ്. ഇപ്പം നമുക്കിവിടെ എൻ്റെ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഉബുണ്ടുവിൻ്റെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇവിടുന്ന് ഇനിയിപ്പോ ഫോൾഡർ എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോകണം. അപ്പൊ എനിക്കിവിടെ ചേഞ്ച് ഡയറക്ടറി എന്ന് cd എന്ന് പറഞ്ഞു കൊടുത്ത് ഫോൾഡർ എന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ഇവിടെ ലൊക്കേഷൻ മാറും. അപ്പൊ ഇവിടെ മാറിയിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഡെസ്ക്ടോപ്പ് ഫോൾഡർ എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ ഉള്ളിലായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ ls-ന്റെ ഉള്ളിൽ ഇവിടെ ഒരു ls കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോൾഡറുകളോ കാര്യങ്ങളോ ഡോക്യുമെന്റ് ഒന്നുമില്ല. കാരണം നമ്മളിപ്പോ ഇവിടെ ഈ ഫോൾഡർ എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിൽ ഒന്നും ഇപ്പൊ കറന്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ls കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒന്നും കാണാം. കാരണം നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമുക്ക് അതിന് പകരം ഇവിടെ ഒരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, mkdir. അപ്പൊ ഞാൻ ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ls അടിച്ചു നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്കതുപോലെ ഇനി ഇത് ഈ ഫോൾഡറിന്റെ ഉള്ളിൽ ക്രിയേറ്റ്, ഇപ്പൊ നമുക്ക് കാണാം ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോൾഡറിന്റെ ഉള്ളിൽ ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് പോകണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, cd എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഇനി എനിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിൽ വീണ്ടും പോകണമെന്നുണ്ടെങ്കിൽ cd കൊടുക്കുക, ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും
ഇവിടെ നിങ്ങൾ കറണ്ട് ലൊക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഏതിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകണം. അപ്പോൾ അതിന് CD കൊടുത്തതിന് ശേഷം ഡബിൾ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബാക്കിലോട്ട് വരും. ഇപ്പോൾ നമ്മൾ മുമ്പിലുണ്ടാകുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ CD ഡബിൾ ഡോട്ട് കൊടുത്തുമ്പോൾ പുറകിലോട്ട് വരണം. അതുപോലെ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിൻ്റെ പുറകിലോട്ട് വരും. അപ്പോൾ CD ഡബിൾ കോളം കൊടുത്തു കഴിഞ്ഞാൽ ഇനി എനിക്ക് ഇപ്പം ഞാനിവിടെ ഒരു കേസിൽ ഇവിടെ ഫോൾഡർ എന്ന് പറയുന്ന ഇതിൽ പോയി. അപ്പോൾ അതുപോലെ വീണ്ടും ചേഞ്ച് ഡയറക്ടറി കൊടുത്തു, ന്യൂ ടെസ്റ്റ് എന്ന് പറയുന്നു. എനിക്ക് ഇനി എൻ്റയർ ബാക്കിലോട്ട് വരുന്നുണ്ടെങ്കിൽ CD കൊടുത്തിട്ട് എൻ്റയർ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ എവിടെ നിന്നിരുന്നു അതിൻ്റെ പുറകിലോട്ട് വരും. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഫോൾഡർ ഉണ്ട്. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറുണ്ട്. അപ്പോൾ അതിൽ എനിക്കൊരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമാൻഡാണ് rm-r വീണ്ടും ഫോൾഡറിന്റെ നെയിം. ഇപ്പൊ നമ്മൾ LS കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആ ഫോൾഡർ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? mkdir കൊടുക്കണം. അതുപോലെ CD പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി ആണ്. LS പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽസ് എന്തൊക്കെയുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് LS ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ rm-r എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ഫയൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലും പോയി. ഇപ്പോൾ ഇനി നമുക്ക് LS കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫയലുകളില്ല, എല്ലാ ഫയലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബേസിക് കമാൻഡ്സിൽ വരുന്നതാണ് PWD എന്ന് പറയുന്നത്. ഓക്കെ, PWD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ, കറണ്ട് ലൊക്കേഷൻ എവിടെ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹോം, ഉബുണ്ടു, ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ ലൊക്കേഷൻ്റെ അവിടെയാണ് നമ്മളെ കറണ്ട് ലൊക്കേഷൻ. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ടെസ്റ്റ് ചേഞ്ച് ഡയറക്ടറി ടെസ്റ്റ് എന്ന് കൊടുത്തു. ഇനി ഞാൻ ഇവിടുന്ന് PWD എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിൽ, ഡെസ്ക്ടോപ്പിന്റെ ഉള്ളിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ PWD എന്ന് പറയുന്നത് നമുക്ക് ഏത് ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് PWD എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ടച്ച്. ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിത് ഒരു ഫോൾഡർ കൂടാതെ നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഡോക്യുമെന്റ് പോലെ നമുക്ക് നോക്കാനൊക്കെ നമുക്ക് ടച്ച് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ടച്ച് എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ ഇവിടെ ഞാൻ എന്തോ കൊടുക്കുന്നു, ഒരു ലിനക്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം ടച്ച് എന്ന് കൊടുത്തു, ലിനക്സ് കൊടുത്തു. ഇപ്പൊ നമ്മള് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പം LS കൊടുത്ത് നോക്കാം. ഇപ്പൊ LS കൊടുത്തു കഴിഞ്ഞാൽ ലിനക്സ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് ഫോൾഡറിൽ പോയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കി നോക്കാം. നമുക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓക്കെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് പാഡ്, നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു നോട്ട് പാഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.